1 കൊറിന്തോസിന്റെ 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്, വത്സര മക്കളെ പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് ഉപദേഷ്ടാക്കൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ ഒരു ആത്മീയത ഒരാൾക്കൊരു ഒറ്റ ആത്മീയതാവേ പാടുള്ളൂ. പക്ഷെ ഒരുപാട് ഉപദേഷ്ടാക്കൾ പറയുന്നത് കേൾക്കാൻ പോയി നമുക്ക് അപകടം ഉണ്ടാവും. ആത്മീയ പിതാവ് എന്നൊരു ഒരാളുണ്ട്, ഒറ്റ ആളുണ്ടാകാൻ പറ്റുള്ളൂ. പലരെയും പറ്റത്തില്ല. ഒരു ആത്മീയ പിതാവേ പറ്റുള്ളൂ, ഒറ്റ ഒരു ആത്മീയ പിതാവ്. അതേസമയം ഉപദേഷ്ടാക്കൾ ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഉപദേഷ്ടാക്കളുണ്ടാവും. അപ്പോൾ അത് തിരിച്ചാണ് അവർ പറയാൻ നല്ല കാര്യം എടുക്കണം, ചിലതൊക്കെ എടുത്ത് കളയണം. ചില സ്വീകരിക്കുക, ചില എടുത്തുക്കണം. അപ്പോൾ ഉപദേഷ്ടാക്കൾ ഇഷ്ടം പോലെ നിങ്ങൾ എല്ലാവരും നശിപ്പിക്കുന്ന ഉപദേശക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്. ഉപദേശകരെ കുറിച്ച് പറയാം. ശ്രവണത്തെ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 37:7-15. ഇത് വളരെ ശ്രദ്ധിച്ച ജ്ഞാനത്തിന് വചനം, ഭയങ്കര കൃപയുടെ വചനം വായിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. പ്രഭാഷകൻ 37:7-15 വരെ. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക, ആദ്യം അവന്റെ ലക്ഷ്യം കേൾക്കണം. ഉപദേശകനെ ആ കൂട്ടുകാരെയൊക്കെ സൂക്ഷിച്ചോണം. കടം മേടിച്ചോന്നൊക്കെ പറഞ്ഞോളൂ. നിനക്ക് അവിടെ പോകാൻ വിദേശ ജോലി ഇപ്പം ശരിയായെന്ന് പറയും. നീ ആ വണ്ടി കയറി, ഈ വണ്ടി കയറിക്കോളാൻ പറയും. നീ അവിടെ പോകുക, ഇവിടെ പൊക്കോളാൻ പറയും. എന്നാണ് ഉപദേശകനെ സൂക്ഷിച്ചോളൂ, ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരും. സ്വാർത്ഥ ലാഭമായിരിക്കാം അവൻ്റെ ഉന്നം. സ്വാർത്ഥം പലപ്പോഴും ഉപദേശകരുടെ എല്ലാ ലക്ഷ്യം സ്വാർത്ഥ ലാഭമാണ്. അടുത്ത് പറയാണ്, നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. ധൈര്യമായിട്ട് പൊക്കോളാൻ വേണ്ടി അവൻ മാറി നിൽക്കും. നിനക്ക് വല്ലതും പറ്റുന്നുണ്ടോ? അവന് ഉപദേശമൊക്കെ തരും, പക്ഷെ അവൻ കൂടെ വരുമൊന്നുമില്ല. എല്ലായിടത്തും പോയി ഉപദേശം ചോദിച്ചെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്, എവിടെ പോകണം, എന്ത് ജോലി കാര്യങ്ങൾ, ആരെ കല്യാണം കഴിക്കണം, ഏത് സ്ഥലം വയ്ക്കണം, ആ സ്ഥലം വയ്ക്കണോ, ഈ സ്ഥലം വയ്ക്കണോ, ആ പ്രാർത്ഥിക്കുക, അങ്ങനെ ചോദിക്കരുത്. ഉപദേശകനെ ശ്രദ്ധിച്ച് അഭിഷേകം ഉണ്ടോ നോക്കണം. അത് ഞാനവർക്ക് കർത്താവിൻ്റെ കൃപയുള്ളവർക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ അവർ ഇത് ഉപദേശകർ നമ്മൾ വഴി അവിടെ ധ്യാനിക്കാൻ പോകണം, ഇവിടെ ധ്യാനിക്കാൻ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ഉപദേശകന്റെ ലക്ഷ്യമില്ലെന്ന് മനസ്സിലാക്കും. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്ന ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടുനിൽക്കുക. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് അനുഗ്രഹമുള്ള കൃപയുള്ള വിശുദ്ധിയുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് തരും. അത് ഭയങ്കരമാണ്. ഒത്തിരി പേര് വേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞു. ചില വിശുദ്ധ ജീവൻ നയിക്കുകയാണെങ്കിൽ നമുക്ക് അഭിഷേക ജീവൻ അങ്ങനെയുള്ളത് കിട്ടുമെന്ന് പറയും. ഭയങ്കര വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ ദൈവം ഒരുക്കും. അത് വളരെ കൃപയുടെ ആൾക്കാർ ദൈവം തരും.